എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കുറ്റകൃത്യം ചെയ്താലും എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താലും അപ്പോൾ അതിനെ മറപിടിക്കാൻ വേണ്ടി ജാതി എന്ന് ഉയർത്തിപ്പിടിക്കുന്നത് ഒരിക്കലും എന്തല്ല, ഒരു സമൂഹത്തിനും നല്ലതല്ല. ജാതീയമായിട്ടുള്ള വിവേചനം നേരിടുന്നവരോടൊപ്പം എല്ലാ കാലത്തും നമ്മൾ എല്ലാവരും ഒല്ലക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. ജാതി എന്ന് പറയുമ്പോൾ എന്തല്ല, ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഒളിച്ചിരിക്കാനുള്ള ഒരു സങ്കേതമല്ല. ജാതി എന്ന് പറയുന്ന റിയാലിറ്റിയാണ്. പക്ഷേ ജാതിക്കൊക്കെ അതീതമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വം. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവമാണ് ദിയ കൃഷ്ണകുമാറിന്റെ ഒരു പ്രശ്നം. അതില് പറഞ്ഞിരിക്കുന്നത് ഈ ജാതി എന്ന് പറഞ്ഞൊരു സംഭവമാണ് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. ഈ എന്തൊരു പ്രശ്നം വരുമ്പോഴും ഈ ജാതി അതിനകത്തോട്ട് തിരികെ കയറ്റുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? അല്ല, ജാതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 2025 ആധുനിക കാലഘട്ടമായെങ്കിൽ പോലും ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളും ഒരു ജാതിപരമായിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായും ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പല കോണുകളിലും പല കാര്യങ്ങളും നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കുറ്റകൃത്യം ചെയ്താലും എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താലും അപ്പോൾ അതിനെ മറപിടിക്കാൻ വേണ്ടി ജാതി എന്ന് ഉയർത്തിപ്പിടിക്കുന്നത് ഒരിക്കലും എന്തല്ല, ഒരു സമൂഹത്തിനും നല്ലതല്ല. കാരണം ഇവിടെ നമ്മൾക്കറിയാമല്ലോ, നമ്മൾ മനുഷ്യൻ, അതായത് ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ട് നമ്മൾ മനുഷ്യരാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറേ ചരിത്രാതീത കാരണങ്ങൾ കൊണ്ട് കുറേ സമുദായങ്ങളും അല്ലെങ്കിൽ കുറേ സമൂഹങ്ങളൊക്കെ തന്നെ കുറേ പാർശ്വവൽക്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ പിന്നോക്കം പോയൊരു ചരിത്രമുണ്ട്. അപ്പോൾ അതിനെ മുന്നേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നത് സംവരണങ്ങളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ആക്റ്റുകളും അല്ലെങ്കിൽ സംരക്ഷിത നിയമങ്ങളും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. പക്ഷെ അതൊക്കെ തന്നെ എന്താണ്, അതാത് വിഭാഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങളും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരെ എന്താണ് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ പ്രവർത്തനം ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു ജാതിയുടെ കാർഡ് എടുത്ത് എന്ത് ചെയ്യുന്നു മുന്നിലേക്ക് വെക്കുന്നു. അതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൃഷ്ണകുമാറിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന ദിയ കൃഷ്ണകുമാറിനെ കുറിച്ചും ആക്ഷേപങ്ങൾ ഉള്ളതും അല്ലെങ്കിൽ ആരോപണങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ നിലപാടിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങൾ വളരെ എന്താണ് വ്യക്തമാണ്. എന്താണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാര് അതെന്തുമായിക്കൊള്ളട്ടെ ആ സ്ഥാപനത്തിന്റെ എന്താണ് ഈ പറയുന്ന സ്ക്രീൻ ഇതിൽ എന്ത് ചെയ്യുന്നു മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ സ്കാനറിൽ മറ്റൊരു സാധനം അവരുടെ സ്വന്തം അക്കൗണ്ടിന്റെ അത് എടുത്തു വെച്ചിട്ട് വീഡിയോ അതിൻ്റെ എന്ത് ചെയ്യുന്നു, ആളുകൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും ആ പണം അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതും അവരിപ്പോ പറയുന്നത് എന്താണ്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും അവർ ആ കുറ്റകൃത്യത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എന്താണ് അത്തരത്തിൽ, അതായത് ഈ പറയുന്ന മറ്റാരോപണങ്ങൾ, ഇപ്പം കൃഷ്ണകുമാറോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ അയാളുടെ മക്കളോ ഈ പറയുന്ന പെൺകുട്ടികളെ അവർ ഇപ്പൊ തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ചെയ്യേണ്ടത് എന്താണ്, പോലീസിനെ അറിയിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ശിക്ഷ എടുക്കേണ്ടതാണ്. അവരെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി ഇത് ചെയ്യാനൊന്നും അവർക്ക് അധികാരമില്ല. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ജാതിയുടെ ഒരു മറ അഡ്രസ് ചെയ്യുന്നതിനോട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, യോജിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഈ 2025 ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എടുത്തിട്ടിട്ട് ആളുകൾ ഈ പറയുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നത് നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അതിന്റെ ഏറ്റവും കൂടുതൽ തിക്തഫലങ്ങൾ എന്ന് പറയുന്നത് ഈ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഇതിന്റെ തിക്തഫലങ്ങൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ്, അവര് നമ്മൾ 2025 എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയും വേഗത്തിൽ, അതായത് നമ്മൾ 950 സംവരണമൊക്കെ നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ തുടങ്ങുമ്പോൾ അത് 10 വർഷത്തേക്കായിരുന്നു എന്ത് ചെയ്തത് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ അന്നത്തെ ഒരു സമൂഹത്തില് അസമത്വങ്ങൾ നിറഞ്ഞ, അതായത് കുറെ കാലഘട്ടങ്ങളായിട്ട് അസമത്വത്തിന്റെ ഒരു വലിയ പാപഭാരം പേറിയ ഒരു സമൂഹം നിലനിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് നമ്മൾ ഇക്വാലിറ്റി കൊണ്ടുവന്നാൽ അത് കൂടുതൽ എന്താകും, അസമത്വമാകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള നിയമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ ആ വിഭാഗങ്ങൾ നൽകിയത്. അപ്പൊ അതിലൂടെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത് എന്താണ്, അവരെ മുഖ്യധാരയിലേക്ക് എന്ത് ചെയ്യുകയാണ്, എല്ലാവരെയും ഈക്വലാക്കി കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്, അപ്പൊ ഇതിന് പകരം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ അതിന് മറപിടിക്കാൻ വേണ്ടി മാത്രം ജാതി എന്നുള്ളൊരു ആ ഒരു സമീപനം എന്തല്ല എന്ന് കരുതിക്കൊണ്ട് ശരിയല്ല. അത് ആ സമീപനം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിഗണിക്കാം. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നേരത്തെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയാൻ കഴിയത്തില്ല. കാര്യം വണ്ടിക്കകത്ത് വണ്ടി കയറുന്ന വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉടനെ എടുത്ത് എന്ത് ചെയ്യും, അങ്ങ് അതൊരു തെറ്റായ ഒരു മെസ്സേജാണ് സമൂഹത്തിന് പോകുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ആളുകൾ തമ്മിൽ എന്താകും, ഒരു സഹകരിക്കാനും അല്ലെങ്കിൽ നമ്മളൊരു സമ്മിശ്രമായിട്ടുള്ള സൊസൈറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പരിപൂർണമായിട്ടും ഇവിടെ ജാതിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഇവിടെ എന്താണ് വിവേചനമൊന്നും ഇല്ല എന്നൊന്നും അഭിപ്രായപ്പെട്ട് എന്തല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല. കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ ഇപ്പോഴും ഒരുപാട് പേര് അതിന്റെ ഫേസ് തിക്ത അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് ഓരോ രീതിയിൽ അപകർഷമായിട്ട് ഓരോ രീതിയിൽ പല ഭാഗങ്ങളിൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പേരിൽ തരം താഴ്ത്തുന്നുണ്ട്, പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യകാരണങ്ങളും എന്താണ് ഉയർന്നു വരേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ഈ കാലഘട്ടത്തിൽ, അതായത് ഈ പരിഷ്കൃതമായിട്ടൊരു സമൂഹത്തിൽ ജാതിയുടെ പേരിലുള്ള വിവേചനമൊക്കെ അപ്പോഴേ എന്ത് ചെയ്യേണ്ടതാണ്, അതിന് ആര് ചെയ്താലും അത് അവസാനിപ്പിക്കേണ്ടതാണ്. അതിനൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ എന്താണ്, കുറ്റം ചെയ്തിട്ട് മറപിടിക്കാൻ വേണ്ടി ജാതി ഉപയോഗിക്കുന്നത് എന്തല്ല, ശരിയല്ല. അതുപോലെ തന്നെ നമ്മൾ ഇനി എത്ര കാലം കാത്തിരിക്കണം, ജാതി എന്താന്ന് ചോദിച്ചാൽ അപ്പൊ അതൊരു മരമാണെന്ന് പറയുന്നൊരു തലമുറ വളർന്നു വരാൻ ഇനിയും നമ്മൾ ഒരുപാട് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് കാര്യം നമുക്കറിയാലോ. നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സൊസൈറ്റിയിലെ ഒരുപാട് ആളുകൾ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായിട്ട് അതിന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്ഥിതി ഒരു വലിയ ഘടകമാണ്. അപ്പോൾ മനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പക്ഷെ ഒരു പരിധിവരെ എന്താണ്, ഈ പറയുന്ന കോമ്പറ്റീഷൻ എക്സാമുകളിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന മത്സര പരീക്ഷകളിലായാലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള വിവേചനങ്ങളൊക്കെ അവസാനിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ജനറൽ വിഭാഗത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പല സംവരണ വിഭാഗത്തിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യുന്നു, കയറി കൂടുന്ന ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടിയും എന്ത് ചെയ്യുന്നു, സമൂഹത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക അസമത്വം അതൊരു വലിയ ഫാക്റ്റാണ് ഈ കാര്യത്തിൽ. കാര്യം നമ്മൾ എന്താണ്, ഓരോ ബഡ്ജറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് ആവട്ടെ സംസ്ഥാന ബഡ്ജറ്റ് ആവട്ടെ വലിയ എമൗണ്ടുകളാണ്, വലിയ തുകയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം ഈ പറയുന്ന SC വിഭാഗങ്ങൾക്കും അതോടൊപ്പം തന്നെ അവരെയൊക്കെ മുഖ്യ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ്, കേരളത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ഓരോ നഗരങ്ങളിലും ഓരോ വാർഡുകളിലും കോളനികൾ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ഇപ്പോഴും നമുക്ക് കാണാം. ആദിവാസി അതൊരു പരിധിവരെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ആദിവാസി, അതാണ് ഞാൻ പറഞ്ഞത്, അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. ആദിവാസി ഊരുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് സൊമാലിയെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് എത്യോപ്യയെ കുറിച്ചും ആഫ്രിക്കയിലെ പട്ടിണിയെ കുറിച്ചും ഒക്കെ വാതോരാതെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വയനാട്ടിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലും കൊല്ലത്തും എല്ലാ ജില്ലകളിലും ആദിവാസി മേഖലയൊക്കെ വളരെ ഡ്രൈ ആയിട്ട് തന്നെയാണ്. ഒരുപാട് ശിശുമരണങ്ങൾ മാത്രമല്ല, നമ്മൾ പറയുന്നു അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച കേരളത്തില് എത്രയോ ആളുകൾ എന്താണ് ദാരിദ്ര്യത്തിന്റെ വലിയ, അപ്പൊ അവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സാമ്പത്തിക അസമത്വം ഒരു വലിയ പരിധിവരെ എന്താണ് ജാതീയമായിട്ടുള്ള ഘടകം അതിനെ ബാധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക അസമത്വത്തിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കം അനുഭവിക്കുന്നവരാരാണ്, പിന്നോക്കമുള്ള ജാതിയിലുള്ള അങ്ങനെയുള്ള വിഭാഗങ്ങളാണ്. അതിനൊരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. അവരെ എല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് തന്നെ ഒരു റീസ്ട്രക്ചർ, അതായത് നമ്മുടെ ഗവൺമെന്റുകളുടെ ഇത്തരം കാര്യങ്ങളിൽ കോടാനുകോടികൾ മാറ്റിവെക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അളവിലുള്ള കാര്യങ്ങൾ അവരുടെ ഇടയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള മാറ്റം ഉണ്ടാവണം, അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് ഇവിടെ എന്ത് പറഞ്ഞാലും എന്താണ് ഒരാൾക്കെതിരെ എന്താണ് ഈ ഒരു സാമ്പത്തിക കേസ് കൊടുത്ത ഉടൻ തന്നെ എന്ത് ചെയ്യുക, അപ്പൊ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നവരെ എന്ത് ചെയ്യണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം നമ്മുടെ രാജ്യത്ത് അൺടച്ചബിലിറ്റി ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ജാതീയ അധിക്ഷേപങ്ങൾക്കെതിരെ ഭരണഘടന അവരുടെ മൗലിക അവകാശത്തിൽ എന്ത് ചെയ്യുന്നു, സംരക്ഷണ കവചം നൽകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷെ ഇവിടെ ജാതി പറഞ്ഞു എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, വ്യാജ പരാതികളും എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അവര് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും എന്ത് ചെയ്യുന്നത് പിന്നോക്കം പോകുന്നത്. കാര്യം എന്താണ്, നമ്മളൊരു ഈക്വാലിറ്റി നിറഞ്ഞ ഒരു സൊസൈറ്റിയെ വിഭാവനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സമത്വം നിറഞ്ഞ അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന ഒരു സൊസൈറ്റിയെ വിഭാവനം ചെയ്യുമ്പോൾ ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളും അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾക്കൊക്കെ തന്നെ ജാതീയമായ മുഖസ്ഥിതിയും അല്ലെങ്കിൽ ജാതീയമായ കാർഡും അല്ലെങ്കിൽ ജാതീയമായ പരിവേഷവും നൽകുമ്പോൾ ആ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും ജാതി ഉന്നയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഈ ദിയ കൃഷ്ണന്റെ കേസ് പറഞ്ഞ അവര് കറക്റ്റ് ആയിട്ടൊരു വീഡിയോയും കാര്യങ്ങളും എടുത്തു വെച്ചത് കൊണ്ടാണ് ഇത് തെളിഞ്ഞു വന്നേ. അല്ലെങ്കിൽ ഇത് ഈ ഒരു ജാതിന്റെ ഒരു ഇത് പറയുമ്പോൾ ഒരുപാട് പേര് ഈ പറയുന്ന പ്രതികളായ 3 പെൺകുട്ടികളുടെ
കൂടെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അങ്ങനെയായിരിക്കും സംഭവിക്കുക. ഇത് അവരുടെ ഭാഗത്ത് ഈ പറയുന്ന എല്ലാത്തിനും തെളിവുണ്ടായത് കൊണ്ടല്ലേ അത് തെളിഞ്ഞത്. അല്ലെങ്കിൽ അതാണ് ഇപ്പൊ കുറെ ആളുകൾക്ക് പ്രതികരിക്കാൻ പേടി. എങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതാണ് എന്തേലും പറഞ്ഞാൽ ജാതി അധിക്ഷേപമായി പോകുമെന്ന് പേടിച്ചിട്ട്. ജാതി അധിക്ഷേപം ഞാൻ പറഞ്ഞല്ലോ, ജാതീയപരമായിട്ട് ജാതീയമായിട്ടുള്ള ഒരാളുടെ ഒരു ഏതെങ്കിലും ജനിച്ച ജീവിത രീതിയോ അല്ലെങ്കിൽ ജനിച്ച കുലത്തെയോ പറയുന്ന അതിനെ മുൻനിർത്തി പറയുന്നത് മാത്രമേ എന്താകുന്നുള്ളൂ, ജാതി അധിക്ഷേപമാകുന്നുള്ളൂ. അല്ലാതെ എന്താണ് ഇതൊന്നും എന്താ അല്ല. പക്ഷെ ആളുകള് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പറയുന്നൊരു സാധനം ഇതാണല്ലോ, എന്റെ ജാതിനെ പറഞ്ഞു. അല്ല അങ്ങനെ പറയുന്നു. അതിന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു പ്രശ്നമൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒരു മാറ്റം. അതായത് ആളുകൾ തമ്മിലുള്ള ഒരു അകൽച്ച അതെന്ത് ചെയ്യുന്നു, സമൂഹത്തെ അകലം പാലിക്കാൻ സൃഷ്ടിക്കുന്നു. വീണ്ടും പഴയ കാലഘട്ടത്തിലോട്ട് എത്തിപ്പെടുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്നതിന് പകരം ഞാൻ പറഞ്ഞല്ലോ ഇതിനെ ആരും നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പേരിൽ ജാതീയമായിട്ടുള്ള വിവേചനം നേരിടുന്നവരോടൊപ്പം എല്ലാ കാലത്തും നമ്മൾ എല്ലാവരും ഒല്ലക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ എന്തിനും എന്താണ് ജാതിയുടെ പരിവേഷം കൊടുക്കുകയാണ്. അതെ, അതൊരിക്കലും എന്തല്ല ഒരു ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടല്ലേ. എന്താ വെച്ചാല് എന്ത് പറഞ്ഞാലും ഈ ജാതി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ വർക്കാവും എന്നുള്ള കുറെയൊക്കെ സോഷ്യൽ മീഡിയന്റെ ഒരു പ്രസൻസും അതിൽ ഉണ്ട്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് പറയുമ്പോൾ ജാതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവരെ ഒരാള് അതായത് നമ്മൾ എന്താണ് വിവേചനത്തിന് വിധേയമായി അല്ലെങ്കിൽ അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നില്ല, പലപ്പോഴും അന്വേഷിക്കുന്നില്ല, ചാടി അങ്ങ് പുറപ്പെടുവാണ്. അപ്പൊ ഇത് ഇവിടെ ചെയ്തു. ഇപ്പൊ എന്താണ് നേരത്തെ ഇവിടെ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തേനെ, ഇപ്പൊ ദിയ കൃഷ്ണകുമാറും ഒക്കെ ഏറി നിന്നേനെ. അത് എത്ര വാർത്തകൾ പുറത്തു വന്നു, എത്ര മാധ്യമങ്ങൾ അങ്ങനെ വാർത്തകൾ വന്നു. അതെ, ആദ്യം അങ്ങനത്തെ വാർത്തകൾ വന്നതിന് ശേഷമാണ് ഇവരുടെ വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷമാണ് എല്ലാവർക്കും സത്യം മനസ്സിലായത്. അതുവരെ ഈ പറഞ്ഞ ജാതി എന്നുള്ളൊരു കാർഡ് കളിക്കാൻ നോക്കി. പക്ഷെ സത്യം വന്നതുകൊണ്ട് മാത്രമാണ്. അല്ല, ജാതിയുടെ കാർഡ് അപകടകരമായ കാർഡാണ്. അത് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യും, വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും സൃഷ്ടിക്കുന്നത്. ഒരു പരിധി വരെ എന്ത് ചെയ്യേണ്ടതാണ്, തടഞ്ഞു നിർത്തേണ്ടത് തന്നെയാണ്. ജാതിയും മതവും ഈ വിദ്യാഭ്യാസത്തിന്റെ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന തരത്തില് മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ജാതി ഞാൻ പറഞ്ഞ മനസ്സിലല്ല, ജാതി ആയാലും മതമായാലും ഇതൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന റിയാലിറ്റിയാണ്. അപ്പൊ അത് നമ്മൾ കുറെ കാലം അതിനെ നമ്മൾ എന്തല്ല അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അത് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്താണ്, ഇന്ന് നമ്മളെല്ലാവരും അതായത് വ്യക്തിപരമായിട്ട് നമ്മൾ വലിയ ആദർശങ്ങൾ സംസാരിക്കുന്ന ആളുകളും അവരുടെ കുടുംബത്തിലും അല്ലെങ്കിൽ അവരുടെ എന്താണ് അവർക്ക് സ്വീകാര്യതയുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ അവർ വിവാഹമായ ഒരു ചടങ്ങ് നടത്തുമ്പോഴെല്ലാം എന്താണ് ജാതി മതമൊക്കെ നോക്കിയിട്ടാണ് അവരൊക്കെ നടത്തുന്നത്. ഇവരൊന്നും ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പറയാൻ പറ്റില്ല. വെറുതെ വന്നിരുന്ന ഫ്രെയിമിന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ റിയാലിറ്റിയാണ്. ഇനി നമ്മൾ കാണേണ്ടതായ കാര്യം ഒരു പുതിയ തലമുറ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പക്ഷെ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ഈ വിദ്യാഭ്യാസത്തിന്റെ അതായത് ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് എല്ലാവരും അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലേക്കൊക്കെ എല്ലാവരും കടന്നു വന്നതോടുകൂടി ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നു, കുട്ടികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ജാതിയൊന്നും വിവിധ രീതിയിലേക്ക് നോക്കുന്നില്ല, അല്ലെ മതത്തിനൊക്കെ അതീതമായിട്ട് നോ കാസ്റ്റ് നോ റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അവര് വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ അവര് ജീവിക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ നടത്തുന്നു. അല്ലാതെ ഈ പറയുന്ന ഉടനെ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. പണ്ടത്തെ സാഹചര്യത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ അങ്ങനെ മാറുമ്പോഴും ഇതൊന്നും മാറരുത്, അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ ഇവിടെ നിൽക്കണം. കാര്യം നമ്മൾ പറയില്ല, നമ്മളെ ചില ആളുകൾക്ക് വൈറ്റിപ്പഴപ്പാണ് എന്ത്, ഇവിടെ ജാതി ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ജാതി സംഘടനകൾ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ മതസംഘടനകൾ ഉണ്ടെങ്കിലേ അവർക്കൊക്കെ ജീവിതോപാധി ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർ കൃത്യമായ കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ കാലാകാലങ്ങളിൽ എന്ത് ചെയ്യുന്നു, ജാതിയെ തിരികെ കൊണ്ടുവന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു, കുറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. അപ്പൊ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തില് ജാതി എന്ന് പറയുന്ന റിയാലിറ്റിയാണ്. പക്ഷെ ജാതിക്കൊക്കെ അതീതമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വം. അതിൽ ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽ നമ്മൾ വിളിക്കുന്ന SC വിഭാഗങ്ങളിലുള്ള ആളുകളാണ്. അപ്പോൾ ഈ സാമ്പത്തിക അസമത്വം പരിഹരിച്ചില്ല എങ്കിൽ ഒരു കൃത്യമായ അളവിൽ എന്ത് ചെയ്യുന്നു, സമൂഹം ഒരിക്കലും അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയാണ്. അവർ ഈ സമൂഹത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, നീതി ലഭിക്കുന്നില്ല. സമൂഹത്തിൽ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ല. അവരെ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നില്ല, ആധുനിക സമൂഹം നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ യാതൊരു വിധമായ സൗകര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭ്യമാവാത്ത ഒരവസ്ഥ വരുന്നു. അപ്പൊ അതിനൊരു മാറ്റം അനിവാര്യമാണ്. അതിനൊക്കെ ആയിട്ട് നമ്മുടെ ചർച്ചകളൊക്കെ തന്നെ ഉപകരിക്കട്ടെ. അതല്ലാതെ ഈ ജാതി എന്ന് പറയുമ്പോൾ എന്തല്ല, ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഒളിച്ചിരിക്കാനുള്ള ഒരു സങ്കേതമല്ല. ആ സങ്കേതം മാറ്റുന്നത് എന്താണ്, ആ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ക്രിമിനലുകൾ ഒരു മുഖമേ ഉള്ളൂ, അവർ ക്രിമിനലുകളാണ്.
അവർ എന്താണ്, അവർ ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, അവരെ എന്ത് ചെയ്യണം, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുക തന്നെ വേണം.